സോഷ്യൽ മീഡിയയിലെ ചില വൈറൽ ഇത്തൽക്കണ്ണികളാണ് നമ്മുടെ അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ, രേണു സുധി, വിഷ്ണു കൊച്ചിക്കാരൻ, പിന്നെ ഇവരെയൊക്കെ ചുറ്റിപ്പറ്റി വീഡിയോസും റീൽസും ഷോർട്ട് ഫിലിമൊക്കെ എടുക്കുന്ന ചില വ്യക്തികളും. അപ്പൊ തീർച്ചയായിട്ടും ഇന്നലെ സന്തോഷ് വർക്കിയുടെ ബർത്ത്ഡേക്ക്, അതായത് ആറാട്ടണ്ണന്റെ ബർത്ത്ഡേക്ക് അലിൻ ജോസ് പെരേരയും വിഷ്ണു കൊച്ചിക്കാരനും അതുപോലെ തന്നെ ഈ പറയുന്ന സംവിധായകന്മാരും ഈ ഷോർട്ട് ഫിലിമൊക്കെ എടുക്കുന്നത് അവരെല്ലാവരും കൂടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആറാട്ടണ്ണന്റെ വീട്ടിലാണെന്ന് തോന്നുന്നു. ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആറാട്ടണ്ണന്റെ വീട് പോലെയാണ് തോന്നുന്നത്. അങ്ങനെ ഇവര് കേക്കൊക്കെ മുറിച്ച് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ അലിൻ ജോസ് പെരേരയും ഈ പറയുന്ന രേണു സുധി, അലിൻ ജോസ് ഒക്കെ വെച്ചിട്ടൊരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഷോർട്ട് ഫിലിമിന്റെ സംവിധായകനും പേരെനിക്കറിയില്ല, പുള്ളിക്കാരനും തമ്മിൽ നല്ലൊരു ഇടി വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല കാര്യം, അലിൻ ജോസ് പെരേര ഈ പറയുന്ന ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്ന നായിക കാണാൻ ഭംഗിയില്ലാത്ത വ്യക്തിയാണ്, അത്തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് ബോഡി ഷെയിം ചെയ്തു, അപമാനിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് ആ ഒരു സംവിധായകൻ പറയുന്നത്. തീർച്ചയായിട്ടും അലിൻ ജോസ് പെരേരയെ പുള്ളിക്കാരൻ നല്ല രീതിയിലിട്ട് കുടഞ്ഞിട്ടുണ്ട്. മൂക്കത്തും അതുപോലെ തന്നെ മുഖത്തും കവിളത്തും പുറത്തൊക്കെ ഇട്ട് നല്ല രീതിയിൽ നല്ല വീക്കും കൊടുത്തിട്ടുണ്ട്. അലിൻ ജോസ് പെരേര അടിയും കൊണ്ട് ഓടുന്നതൊക്കെ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണത്. അലിൻ ജോസ് പെരേരയെ ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു മുമ്പും പല കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഷോർട്ട് ഫിലിമിലും റീൽസിലൊക്കെ അഭിനയിക്കാനായിട്ട് പോകുമ്പോൾ കൂടെ അഭിനയിക്കുന്ന സ്ത്രീകളായിട്ടുള്ള അഭിനേതാക്കളോട് മോശമായിട്ട് ഇടപെട്ടു, അതുപോലെ തന്നെ മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ചൂഷണം ചെയ്തു, ബോഡി ഷെയിം ചെയ്തു, അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അലിൻ ജോസ് പെരേര ആവശ്യപ്പെടുന്നു എന്നുള്ള രീതിയിലൊക്കെ പല കേസും കാര്യങ്ങളും അലിൻ ജോസ് പെരേരയെ ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. രേണു സുധി ബന്ധപ്പെട്ടുകൊണ്ട് അലിൻ ജോസ് പെരേര ഈ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു കേസിലൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പറയുന്ന സംവിധായകൻ ഇയാൾ എടുത്തിട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ബോക്സ് നമ്മൾ നോക്കുന്ന സമയത്ത് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് അടിക്കില്ല എന്ന് ഉറപ്പുള്ളവനെ തല്ലാനായിട്ട് ആർക്കും പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പേര് അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന സംവിധായകൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അലിൻ ജോസ് പെരേരക്കൊപ്പം അഭിനയിക്കുന്ന സ്ത്രീകളായിട്ടുള്ള അഭിനേതാക്കളെ ഇവന് നേക്കിഡ് ആയിട്ട് കാണണം, ഇവന് അവരെ ആവശ്യപ്പെടും, അവരെ ശാരീരികമായിട്ട് ചൂഷണം ചെയ്യാനായിട്ട് ഇവൻ ശ്രമിക്കും, അത്തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അലിൻ ജോസിന് വായി തോന്നിയ തെറി മൊത്തം ഇവൻ നമുക്ക് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചത്തെറി നല്ല രീതിയിൽ അച്ഛനും അമ്മക്കും ഒക്കെ ഇട്ട് വിളിച്ചിട്ടാണ് പുറത്തും കവിളത്തും ഒക്കെ ഇട്ട് ഇടിച്ച് ആ ഒരു വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്നത്. ഈ വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നും കുറെ റിവ്യൂവേഴ്സ് അതൊക്കെ എടുത്ത് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇവരെ ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇവരുടെയൊക്കെ ഫേസ് കാണാത്ത ഒരു ദിവസം പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അത്രയും ഫെമിലിയർ ആയി. ഇപ്പൊ ഇത്തിൽക്കണ്ണികൾ എന്ന് ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞെങ്കിലും ഈ ഇത്തിൽക്കണ്ണികൾ ഇല്ലാതെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഓടാതായി. അലിൻ ജോസ് പെരേര, സന്തോഷ് വർക്കി, രേണു സുധി, വിഷ്ണു കൊച്ചിക്കാരൻ, പിന്നെ രേണു സുധിയുടെ കേസിൽ നമുക്ക് മോശം കാര്യങ്ങളൊന്നും അതിൽ പറയാനില്ല. പക്ഷേ റീൽസും ഷോർട്ട് ഫിലിം അതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. രേണു സുധി ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നു, ഇവന്മാര് വെറുതെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. പിന്നെ ഇവരെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അലിൻ ജോസിന്റെ ബോഡി ഗാർഡാണ്, മാനേജർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വേറെ കുറെ പൊട്ടന്മാരുണ്ട്. അവന്മാരുടെ പുറകേക്ക് ഒന്നും പോവാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വ്യൂസും ഒടുക്കത്തെ കണ്ടന്റും, അതായത് നമ്മുടെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ റിവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസ് എല്ലാവരും ഇവരെ ചുറ്റിപ്പറ്റിയാണ് പോകുന്നത്. കാരണം ഇന്നലെ സന്തോഷ് വർക്കിയുടെ ബർത്ത്ഡേ ആയിട്ട് നമ്മുടെ ഓൺലൈനിൽ വീഡിയോസ്, അതായത് ഈ പറയുന്ന ഇനോഗ്രേഷനും ഈ സെലിബ്രിറ്റീസ് ഒക്കെ എത്തുന്ന സമയത്ത് അവിടെയൊക്കെ പോയി ഷൂട്ടൊക്കെ ചെയ്തിരുന്ന പല ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. അവരെല്ലാവരും ഇന്നലെ ആ ഒരു ബർത്ത്ഡേക്ക് അലിൻ ജോസും സന്തോഷ് വർക്കിയൊക്കെ ഒന്നിച്ച് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്ന് ക്യൂ നിന്ന് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവർ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ ഒരു മെയിൻ കണ്ടന്റുകളായതുകൊണ്ട് തന്നെയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ ഇവരുടെ പുറകെ ഇങ്ങനെ ഓടുന്നത്, ഇവരുടെ വാലുമ തൂങ്ങി ഇങ്ങനെ ഓടുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം അതൊക്കെ തന്നെയാണ്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക്